നമ്മുടെ അലിമാമിയുടെ അമ്മാവനൊരു സ്പൂൺ ഫാക്ടറി ഉണ്ടത്രേ. അത് കാണിച്ചു തരാമെന്നും പറഞ്ഞും കൊണ്ട് ആശാൻ എന്നെയും കൊണ്ട് ഇറങ്ങിയതാ. വഴി വന്നപ്പം പുള്ളിക്കാരൻ ഒടുക്കത്തെ വിശപ്പ്. നമ്മുടെ നാട്ടിൽ ഈ വീട്ടിലൂണില്ലേ, അതുപോലെ ഇവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചേച്ചി ഉണ്ടത്രേ. അങ്ങനെ ആ ചേച്ചിയുടെ അടുത്ത് ചെന്നപ്പോഴേ ചേച്ചി പറഞ്ഞു ഫുഡ് റെഡി ആയിട്ടില്ല, സമയമെടുക്കും. എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പം ചേച്ചി പറയുക സാവാ സവാ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സാവാ സവാ ലീഫ് ഇടിച്ചോണ്ടിരിക്കുവാണെന്നാണ് ചേച്ചി പറയുന്നത്. ഇതിന് ഒരുപാട് ഔഷധ ഗുണമുള്ള ഇലയാണത്രേ. ഇത് കറിയിലിട്ട് കഴിഞ്ഞാൽ നല്ല പുളിയും കിട്ടും, ക്യാൻസറിനെ വരെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവുണ്ടത്ര. ഈ ചേച്ചി ക്യാൻസറിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടപ്പോ ഞാനൊന്ന് ഞെട്ടിപ്പോയി. ഇവിടെ ഉള്ളവർക്ക് ഇത്രയും അറിവ്, പക്ഷെ അവസാനത്തെ പാത്രം തുറന്നു നോക്കിയപ്പം ക്യാൻസർ വരെ ഞെട്ടിപ്പോയി. ഏതായാലും ചേച്ചിയുടെ കറികളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും കൂടെ ചേച്ചിയുടെ അടുക്കളയിൽ ഒന്ന് കയറി. അങ്ങനെ ഇടിച്ചോണ്ട് വന്ന ആ സവാസവ ലീഫ് ആ സൂപ്പിനകത്തൊട്ടിട്ട് അങ്ങോട്ട് ഇളക്കി. സവാസവ സൂപ്പ് മാത്രമല്ല, ഗ്രൗണ്ട് നട്ട് സൂപ്പും ജോലോഫ് റൈസും ഒക്കെ ഉണ്ടത്രേ. അങ്ങനെ ചേച്ചി ജോലോഫ് റൈസിന്റെ പാത്രം അങ്ങോട്ട് തുറന്ന് ഇതിനകത്ത് എന്താണ് ഈ കാണുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു ഇത്തിരി നേരം ഇങ്ങനെ പ്ലാസ്റ്റിക് വെച്ച് മൂടി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം ഒട്ടും വെളിയിൽ പോകാതെ അരി പെട്ടെന്ന് ചേച്ചി പ്ലാസ്റ്റിക് കൈകൊണ്ട് പോലും തൊടുമെന്ന് തോന്നുന്നില്ല. ആ രീതിക്ക് ഞാൻ പേടിപ്പിച്ചിട്ടുണ്ട്.